പക്ഷേ നിങ്ങളെ ഇപ്പോൾ ഒറ്റപ്പെടുത്തി. തീർച്ചയായിട്ടും ആണ്. സമൂഹം എന്താണ് നിങ്ങളെ നോക്കിക്കാണുന്നത്? ചാണകസംഖ്യയായിട്ട് ആണ്. ചാണകസംഖ്യയാക്കി അതെ അല്ലേ? അത് നാളെ ചാണകസംഖ്യയാക്കും എന്നുള്ളത് താങ്കൾക്ക് മുൻപ് കാഴ്ചപ്പാടുണ്ടായിരുന്നു? എനിക്ക് വലിയ തോതിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊളിറ്റിക്സിനെ ചീത്തയാക്കാനോ അതല്ലെങ്കിൽ ഒരു സ്വാർത്ഥ ലാഭങ്ങൾ കൊണ്ടല്ല ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പറഞ്ഞ് എൻ്റെ പേരൻസിനെ എൻ്റെ കുടുംബങ്ങളെ വേദനിപ്പിക്കുന്നത് ഒന്ന് നിർത്തണം. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം, ഞാൻ ഈ പാർട്ടിയിലേക്കുള്ള എൻ്റെ എൻട്രിയും മകളെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിപ്പിച്ചത് പ്രകാരം എന്താ പറയുക, എൻ്റെ പേരൻസിനെ പോലും രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലേക്ക് ഖമറുന്നീസ ശരിക്കും ഒറ്റപ്പെട്ടു എന്ന് ഉറപ്പായിട്ട് മനസ്സിലായി. ഒറ്റപ്പെട്ടു അല്ലേ? ഒറ്റപ്പെട്ടു. ആരും സഹായിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ എല്ലാവരും കൂടെ പഠിച്ച ആളുകൾ വരെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയി. തീർച്ചയായിട്ടും താങ്കളുടെ ഫ്രണ്ട്സുകൾ, താങ്കളുടെ സുഹൃത്തുക്കൾ, താങ്കളുടെ സ്കൂളിൽ പഠിച്ച കൂടെയുള്ള ഒരു സുഹൃത്തുക്കളുണ്ടല്ലോ, അവരൊക്കെ മാറ്റി നിർത്താൻ തുടങ്ങിയോ നിങ്ങളെ? തീർച്ചയായിട്ടും ഏറെക്കുറെ ആളുകൾ മാറ്റി നിർത്തുന്നത്. കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്താൻ തുടങ്ങിയോ? പെട്ടുപോയോ ഇപ്പോൾ ശരിക്കും? താങ്കൾക്കും ഇതേ രീതിയിലേക്ക് ആക്രമണം ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഞാൻ അത്രത്തോളം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. മാത്രമല്ല ഞാൻ ഒരു ചാരിറ്റി പ്രവർത്തക കൂടിയാണ്. ഈ ഒരു രീതിയിലേക്ക്, അതായത് നിങ്ങൾ ഒറ്റപ്പെടാനുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് മുൻപ് കാഴ്ചപ്പാടുണ്ടായിരുന്നല്ലോ, ഒറ്റപ്പെടും എന്നുള്ള രീതിയിലേക്ക്. ഇത്ര വലുതായിട്ടൊന്നും എനിക്ക് ഒറ്റപ്പെടുന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. പള്ളിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉസ്താദുമാരിൽ നിന്ന് മോശമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ മോളെ വീഡിയോ ഒക്കെ ചോദ്യം ചെയ്യലുണ്ടായെങ്കിലും, പക്ഷേ പള്ളിയിലേക്ക് പാരൻസിന് പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളോട് കോൺഗ്രസ് അല്ലെങ്കിൽ ഇടതുപക്ഷം ഇതിലൊക്കെ പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്ര വലിയ രീതിയിലേക്ക് പ്രശ്നം ഉണ്ടാവില്ല. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവുമായി, അതായത് തൃശ്ശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മകളെക്കൊണ്ട് സംസ്കൃത വീഡിയോ ചെയ്യിപ്പിച്ച ഖമറുന്നീസയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഖമറുന്നീസ ഇന്ന് വലിയൊരു പ്രശ്നത്തിലാണ്. അതായത് നാട്ടുകാർ മൊത്തം ഒറ്റപ്പെടുത്തിയ അവസ്ഥ. ഖമറുന്നീസ നമസ്കാരം. എന്താണ് ശരിക്കും അനുഭവിക്കുന്നത്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ മകള് ചെറിയ കുട്ടിയാണ്, അവളെ കൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത്. അത് മലയാളത്തിലും സംസ്കൃതത്തിലും ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരിക്കലും അതിപ്പോ BJP ആണ് കേന്ദ്രത്തിലിരിക്കുന്നത്. അതൊന്നും ഞാൻ ചിന്തിച്ചില്ല, പാർട്ടി ഞാൻ ചിന്തിച്ചിട്ടില്ല. സംസ്കൃതം മോള് പഠിച്ചതാണോ? മകള് സെക്കൻഡ് ലാംഗ്വേജ് സംസ്കൃതം. അതിന്റെ അടിസ്ഥാനത്തിലാണോ ശരിക്കും ചെയ്യിപ്പിച്ചത്? അതെ, അതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് അവസ്ഥ? അത് എന്താ പറയാ, വളരെ രൂക്ഷമായ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി. മോളെയും കൂടി പാർട്ടിയിലേക്ക് ഇറക്കുകയാണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളെ ഞാൻ കേൾക്കേണ്ടി വന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹം ഇവിടെ വരുന്നതിൽ നമ്മളാരായാലും നമ്മുടെ ഭരണാധികാരിയെ അനുസരിക്കല് ഇതാണ്. നമ്മുടെ ഇപ്പോൾ ലോകം ആദരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. ഇവിടെ വരുമ്പോൾ ഞാൻ പാർട്ടി എല്ലാം വിസ്മരിച്ചുകൊണ്ട് ആ ഒരു വ്യക്തി, അത് പ്രധാനമന്ത്രി എന്നൊരു വ്യക്തിയെ കണ്ടുകൊണ്ടാണ് ഞാൻ മകളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചത്. അത് മകളെയും കൂടി BJP-യിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു മുന്നേറ്റം എന്ന തരത്തിലേക്ക്. അതെ, ഞാൻ BJP. എങ്ങനെയാണ് BJP-ൽ എത്തിയത്? ഞാൻ ആദ്യം ജനതാദൾ JDU-ന്റെ സ്വദേശം എവിടെയാണ്? കാടാമ്പുഴയാണ്. JDU-ലായിരുന്നു ആദ്യം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം അവര് BJP-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ സമയത്ത് അത്തരം രീതിയിലേക്ക് BJP-ലേക്ക് വന്നു. ആണ്. എന്താണ് നിങ്ങൾ ശരിക്കും BJP-ൽ കണ്ട ഒരു സംഭവം? BJP-ൽ കണ്ട സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒത്തിരി നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മുത്തലാഖാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും മുത്തലാഖ് പോലെയുള്ള. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചപ്പോ അത് ശരിക്ക് പാവപ്പെട്ട, അതായത് ഒരിക്കലും ഇവിടെ പണക്കാരായിട്ടുള്ള ഒരു പിതാവിന് അവരെ മക്കളെ മുത്തലാഖ് ചെയ്യുന്നില്ല. പക്ഷേ സാധാരണക്കാരായ പിതാക്കളുടെ മക്കളാണ് ഇത് അനുഭവിക്കുന്നത്. അവരെ മുത്തലാഖ് ചെയ്യുകയും ആ പെങ്കൊച്ചും അവരുടെ പിതാവും വളരെ മാനസിക സംഘർഷത്തിലേക്ക് പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ മുത്തലാഖ് എന്നുള്ളത്. അതിന്റെ ബാക്കിലുണ്ടായ ഇന്നിന്റെ കേരളത്തിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ഞാനിപ്പോൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മുത്തലാഖ് ഇപ്പോഴും നടക്കുന്നില്ലേ? ശരിക്കും തീർച്ചയായിട്ടും ഉണ്ടല്ലോ അല്ലേ? ഒരു നിയമത്തിന്റെ കെട്ടടപ്പിൽ ആ ഒരു നിയമത്തിന്റെ രീതിയിലേക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന മുത്തലാഖ് എന്നുള്ള സംഭവം, അത് ഒരു തരത്തിൽ നല്ലതാണെന്നും പറയാം, ഒരു തരത്തിൽ മോശമാണെന്നും പറയാം. രണ്ടും വേണേ പറയാം. കാര്യം ഒരാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അയാളുടെ കൂടെ നിൽക്കുന്നതിന് അപ്പുറത്തേക്ക് പിരിയാണ് നല്ലത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ.
അതെ. അതായത് എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ എൻ്റെ കൂടെ എപ്പോൾ വേണം എങ്ങനെ നിൽക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോഴാണല്ലോ ഈ ഫൈറ്റുകളൊക്കെ വരിക. അതെ. എൻ്റെ കൂടെ ഒരാൾക്ക് നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹം പിരിയണം, അല്ലെങ്കിൽ അവർ പിരിഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം അത് അത്രയും സ്മൂത്തായി നടന്നൊരു കാര്യമാണ്. അത് നിയമത്തിൻ്റെ വശങ്ങളിൽ കൊണ്ടുപോയി കുരുക്കിട്ടു എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ഈ സംഭവം ഉള്ളത്. അപ്പം ഞാൻ പറയുന്നത് എന്താണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം? ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം, ഞാൻ ഈ പാർട്ടിയിലേക്കുള്ള എൻ്റെ എൻട്രിയും മകളെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിപ്പിച്ചത് പ്രകാരം എന്താ പറയുക, എൻ്റെ പേരൻസിനെ പോലും രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ എൻട്രിയോ ഈ വീഡിയോ ചെയ്യിപ്പിക്കുന്നോ ഇതൊന്നും എൻ്റെ പേരൻസ് അറിഞ്ഞിട്ടില്ല. എൻ്റെ പേരൻസോ അതുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് എൻ്റെ മാത്രം താല്പര്യമാണ്. BJP എൻട്രി ആയിക്കോട്ടെ, അത് എൻ്റെ മാത്രം താല്പര്യം. അതിനുവേണ്ടി പാരൻസിനെ പോലും തീർച്ചയായും ഒരാൾക്ക് ഏത് പാർട്ടി തിരഞ്ഞെടുക്കണം എന്നുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കാം. നമ്മുടെ കേരളത്തിലെ ആളുകളൊക്കെ ഈ BJPയെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് താങ്കൾ മുൻപ് അറിയാമായിരുന്നോ? കേരളത്തിലെ എല്ലാവരും എന്ന് പറയാൻ നമുക്ക് അല്ല, കുറച്ചുപേര്, എല്ലാവരും എന്ന് വേണമെങ്കിൽ പറയേണ്ട. അതായത് ഭൂരിപക്ഷം നേടി ഇവിടെ ഒരു MLA പോലും ആവാത്തൊരവസ്ഥ ഇന്നുണ്ട്. അതായത് BJPയെ മാറ്റി നിർത്തുന്ന രീതി കേരളത്തിൽ കൂടുതലാണ് എന്നുള്ളത് താങ്കൾക്ക് അറിയാവുമല്ലോ ശരിക്കും. BJPയിലേക്ക് പോയ ആളുകളൊക്കെ വലിയ രീതിയിലേക്ക് ആക്രമിക്കപ്പെടും എന്നുള്ളത് പൂർണ്ണമായിട്ട് താങ്കൾക്ക് മനസ്സിലാവുന്ന രീതി കൂടെയാണ്. മുൻപ് താങ്കളൊരു പാർട്ടിയിൽ പ്രവർത്തിച്ച സ്ഥിതിക്ക് താങ്കൾക്കും ഇതേ രീതിയിലേക്ക് ആക്രമണം ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഞാൻ അത്രത്തോളം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. മാത്രമല്ല ഞാൻ ഒരു ചാരിറ്റി പ്രവർത്തക കൂടിയാണ്. ചാരിറ്റി പ്രവർത്തക, അതുപോലെ ബ്ലഡ് ഡൊണേഷൻ ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. എൻ്റെ ഫ്രണ്ട്സ് വലയത്തിൽ ഞാൻ ഒരിക്കലും പാർട്ടി നോക്കിയിട്ടല്ല നിർത്താറ്, അവരുടെ ക്യാരക്ടർ നോക്കിയിട്ടാണ്. പെട്ടുപോയോ ഇപ്പോൾ ശരിക്കും? തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്നില്ല. കാരണം നിലപാടുകൾ ഉണ്ടാവണം. എല്ലാവരും ഒരേ വഴിയിലൂടെ സഞ്ചരിച്ചാൽ അതിൽ അർത്ഥമില്ലല്ലോ. അതിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുന്നവർക്കാണല്ലോ അതിൻ്റെതായ മാറ്റം കൊണ്ടുവരാൻ പറ്റി. തീർച്ചയായും ഞാൻ പറയുന്നത് താങ്കൾ അതിന് ഉത്തരം തന്നില്ല. അതായത് BJPയിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളക്കര ഒന്നടങ്കം BJPയെ അക്സെപ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാത്ത ഒരു സംഭവം കാഴ്ചപ്പാടെന്ന് ശരിക്കും നിലവിലുണ്ട്. താങ്കൾക്കറിയാം ശരിക്കും. അത് ഞാൻ പറയുന്നതല്ല. പ്രത്യേകിച്ച് ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള താങ്കൾ ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരാൻ കഴിയുന്ന സാഹചര്യത്തിൻ്റെ അപ്പുറത്തേക്ക് പ്രതിഷേധം ഉണ്ടായതുകൊണ്ടാണ് ശരിക്കും എൻ്റെ മുന്നിൽ വരെ ഇന്ന് വന്ന് നിൽക്കുന്നത് ആണല്ലോ. ആക്രമിക്കപ്പെടുന്ന രീതി അല്ലെങ്കിൽ മാനസികമായി തളർത്തുന്ന രീതി അന്നും ഇന്നും ഉണ്ടാവും. പക്ഷേ ഈ BJPയിലേക്ക് പോയാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവും എന്ന് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ? എൻ്റെ ചോദ്യം. ഞാൻ ഇത്രമാത്രം പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എന്നെ അറിയുന്നവർ ആരും വളരെ ഇതായിട്ടൊന്നും ആ സമയത്ത് പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ വന്ന സമയത്ത് പക്ഷേ നിങ്ങളെ ഇപ്പോൾ ഒറ്റപ്പെടുത്തി. തീർച്ചയായിട്ടും ആണ്. സമൂഹം എന്താണ് നിങ്ങളെ നോക്കിക്കാണുന്നത്? ചാണകസംഖ്യയായിട്ട് ആണ്. ചാണകസംഖ്യയാക്കി അല്ലേ? അത് നാളെ ചാണകസംഖ്യയാക്കും എന്നുള്ളത് താങ്കൾക്ക് മുൻപ് കാഴ്ചപ്പാടുണ്ടായിരുന്നോ? എനിക്ക് വലിയ തോതിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഒരു പാർട്ടിയോടും ഇതിന്റെ കൊണ്ടുവന്ന കാര്യങ്ങളോടും എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ നിലപാടിൽ പോകുന്നത് പോലും എന്നെ അറിയുന്നവർ ചേർത്ത് പിടിക്കുന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് പോയി. തീർച്ചയായിട്ടും. താങ്കളുടെ ഫ്രണ്ട്സുകൾ, താങ്കളുടെ സുഹൃത്തുക്കൾ, താങ്കളുടെ സ്കൂളിൽ പഠിച്ച കൂടെയുള്ള ഒരു സുഹൃത്തുക്കളുണ്ടല്ലോ, അവരൊക്കെ മാറ്റി നിർത്താൻ തുടങ്ങിയോ നിങ്ങളെ? തീർച്ചയായിട്ടും ഏറെക്കുറെ ആളുകൾ മാറ്റി നിർത്തുന്ന. കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്താൻ തുടങ്ങിയോ? കുടുംബത്തിൽ നിന്നും താങ്കളുടെ കുടുംബം ഒഴികെ താങ്കളുടെ കുടുംബത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുടുംബങ്ങളൊക്കെ മാറ്റി നിർത്താൻ തുടങ്ങിയോ? അവരെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ അനുഭാവികളാണ്. അതെ, അല്ല മാറ്റി നിർത്താൻ തുടങ്ങിയോ എന്റെ ചോദ്യം. എന്തായാലും എന്നെ വല്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. നിങ്ങളോട് കോൺഗ്രസ് അല്ലെങ്കിൽ ഇടതുപക്ഷം ഇതിലൊക്കെ പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്രയും വലിയ രീതിയിലേക്ക് പ്രശ്നം ഉണ്ടാവില്ല. താങ്കൾ മുമ്പ് JDU ഉണ്ടായിരുന്ന സ്ഥിതിക്ക് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് അത്തരം രീതിയിലേക്ക് നിങ്ങൾ മാറ്റപ്പെട്ടൂലേ, ഒറ്റപ്പെട്ടു. ഇനി എന്താണ് അടുത്ത പ്ലാൻ? ഇപ്പോൾ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ട പാർട്ടി ഞാൻ സ്വീകരിച്ചു. അതൊരാളെയും ഒരു മതത്തെയോ ഒന്നിനെയും വിമർശിക്കാനല്ല. ഞാൻ ഇപ്പോഴും എന്നോട് പലരും ചോദിച്ചു, നീ പിന്നെ മരിച്ചു പോകണ്ടേന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം അവരോടുള്ള ഒരു മറുപടിയാണ്, ഞാൻ ഇപ്പോഴും എൻ്റെ മതത്തിലാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉസ്താദുമാരിൽ നിന്ന് മോശമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ മോളെ വീഡിയോ ഒക്കെ ചോദ്യം ചെയ്യലുണ്ടായെങ്കിലും അത് ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ അവരത് അക്സെപ്റ്റ്, അതായത് അവർക്കത് കാര്യങ്ങൾ മനസ്സിലായി. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയാണ്, അല്ലാണ്ട് ഒരു പാർട്ടി ബേസ് ചെയ്തിട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദുമാരത് ആ സെൻസിലെടുത്ത്. ഉസ്താദുമാർ വരെ ശരിക്കും താങ്കളെ സപ്പോർട്ട് ചെയ്തു, പക്ഷേ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഉസ്താദുമാർ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരപ്പോൾ അത് ആ കാര്യം മനസ്സിലാക്കി. പക്ഷെ അവരെന്നെ ഇവിടെ മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ പള്ളിയിലുള്ള ഉസ്താദുമാരൊന്നും അതിൻ്റെ പേരിൽ മക്കളും മദ്രസയിൽ പോകുന്നുണ്ട്, അവരെ ഹരാസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു വീഡിയോൻ്റെ കാര്യത്തിൽ ചെറിയ ചോദ്യം ചെയ്യലുണ്ടായി. അത് ഞാൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ
മറ്റു തരത്തിലേക്കൊന്നും അവർ വീണ്ടും വിമർശിക്കുന്ന തരത്തിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. പക്ഷേ പള്ളിയിലേക്ക് പാരൻസിന് പോകാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് ഉസ്താദുമാരെ കൊണ്ടൊന്നല്ല, അവിടെയുള്ള ജനങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യുക, അവരെ ചോദ്യം ചെയ്യും. താങ്കളുടെ കാഴ്ചപ്പാടിൽ എന്തുകൊണ്ടാണ് ഈ BJPയെ മുസ്ലിം സമുദായം മാറ്റി നിർത്തത്? അത് ഇവിടുത്തെ രാഷ്ട്രീയം, ഇന്നിൻ്റെ കേരളത്തിൻ്റെ രാഷ്ട്രീയം പാവപ്പെട്ട ജനങ്ങളിലേക്ക് കൊടുത്ത തെറ്റായ ധാരണകളാണ്. അത് BJP ഒരു വർഗീയ പാർട്ടിയാണ്, അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കുറേ നിയമങ്ങൾ കൊണ്ടുവരാം. നിയമങ്ങളൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. CNA പോലെ കുറേ നിയമങ്ങൾ വരുമ്പോൾ, അതുപോലെ മുത്തലാഖ്, അതൊക്കെ റോങ് ആയ തരത്തിലേക്കാണ് എടുത്തിട്ടുള്ളത്. CAA എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു? CAA പ്രശ്നങ്ങളല്ല. അപ്പോൾ അതിനകത്ത് അത് എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു സമുദായത്തെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമുദായം മാത്രം ഇത്ര കാലം ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് ഉണ്ടായിരുന്ന സാധനമാണ്. ഇത് ശരിയല്ലേ? അതൊരു ഒറ്റപ്പെടുത്തലല്ലേ ശരിക്കും? അല്ലേ? കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും. അതായത് ഇപ്പോൾ മുത്തലാഖ് ബില്ലിനെ അംഗീകരിക്കുമ്പോൾ ഈ സ്ത്രീധനമില്ലാത്ത, ഇപ്പോൾ ഇവിടെ പിണറായി സർക്കാർ വേറെ സംഭവം കൊണ്ടുവന്നിട്ട് സ്ത്രീധനമില്ലാതെ കല്യാണം കഴിക്കാനുള്ള ഒരു അവസരം എന്ന് ശരിക്കും ഉണ്ടാക്കിയിട്ടില്ല. അതും എടുത്തു പറയേണ്ട വിഷയം തന്നെയല്ലേ? അതായത് മക്കളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇന്ന് റിലീസാണ് എല്ലാ മാതാപിതാക്കളും. അതായത് സ്ത്രീധനം ചോദിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കേരളം വന്നു. അത് വലിയൊരു സംഭവമല്ലേ? അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു രീതിയിലേക്ക്, അതായത് നിങ്ങൾ ഈ ഒറ്റപ്പെടാനുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് മുൻപ് കാഴ്ചപ്പാടുണ്ടായിരുന്നല്ലോ ഒറ്റപ്പെടും എന്നുള്ള രീതിയിലേക്ക്. ഇത്ര വലുതായിട്ടൊന്നും എനിക്ക് ഒറ്റപ്പെടുന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. എന്നെ അറിയുന്ന ആളുകൾ അന്നും ഇന്നും എന്നോടൊപ്പം ഉണ്ടാവും. ഇവിടെ എന്തുകൊണ്ടാണ് BJPയെ ആളുകൾ ഇഷ്ടപ്പെടാത്തത് എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചായിരുന്നു. താങ്കളൊരു പ്രസംഗിക്കുന്ന ഒരാൾ കൂടെ. എന്തുകൊണ്ടാണ് BJPയെ, അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരേ രീതിയിലേക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കുമോ? അങ്ങനെയല്ല, അത് ആളുകളുടെ തെറ്റായ ധാരണയാണ്. ഇവിടെ വരുന്നവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. പ്രൊട്ടക്ഷൻ BJP എന്ന പാർട്ടി ചേർത്ത് പിടിക്കുന്നുണ്ട്. തീർച്ചയായും ഉറപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. മുത്തലാഖ് ബില്ലിൽ മാത്രമാണോ തോന്നിയിട്ടുള്ളത്? അല്ല, ഒരുപാട് കാര്യമുണ്ട്. അത് എടുത്ത് പറയുകയാണെങ്കിൽ രണ്ട് കാര്യം എടുത്ത് പറയാം. അതിൽ ഒന്ന് കൊണ്ടുവന്ന് വന്നത് നമ്മളെ യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് തോന്നിയിട്ടുണ്ട്. കാരണം യൂണിഫോം സിവിൽ കോഡ് എന്താണ്? ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ് സ്ത്രീകൾക്ക്. ഇപ്പോൾ ഒരൊറ്റ, അതായത് നിയമങ്ങളൊക്കെ ഒരു ഇതിന് കീഴിൽ വരണം എന്നാണ്. അപ്പോൾ അതിൽ യൂറോപ്യ പോലെയുള്ള സ്ഥലങ്ങളിൽ നിയമങ്ങൾ ഒരിക്കലും മതത്തിന് അണ്ടറിലല്ല. ആ ഒരു പെർട്ടിക്കുലർ മതത്തിന്റെ അണ്ടറിൽ നിയമം വെക്കുമ്പോൾ, എങ്ങനെ മതത്തിന്റെ അണ്ടറിൽ നിയമം വെക്കുമ്പോൾ യൂറോപ്പ് മതത്തിന്റെ അണ്ടറിലല്ല അല്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഇവിടെ ഓരോ വിഭാഗത്തിനും അതിൻ്റേതായ കുറേ, ഇപ്പോൾ ഇന്ത്യൻ ശരിയത്ത് നിയമം, അങ്ങനെ പല നിയമങ്ങളുണ്ട്. പക്ഷേ ഒരൊറ്റ ജനത എന്ന് പറയുമ്പോൾ, ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ ജനത എന്ന് പറയുമ്പോൾ അത് ആ ഒരു, താങ്കൾ ഈ ഇത്തരം രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ എല്ലാവരും അത്ര രീതിയിലേക്ക് ചിന്തിക്കണമെന്നില്ല, ഉണ്ടോ? ഇല്ല. അപ്പം നാളെ താങ്കളോട് പറയാണ് നിങ്ങൾ നിസ്കരിക്കരുത്, നിങ്ങൾ യോഗ ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റില്ല. അതായത് അത് നിങ്ങൾ മതത്തിന്റെ കെട്ടുറപ്പിൽ നിന്നുകൊണ്ടാണ്. ആ രീതിയിലേക്കുള്ള സംഭവത്തിലാണ് ആളുകൾ പ്രതികരിക്കുന്നത്. എത്രത്തോളം അതിനെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട് എന്ന് എനിക്കറിയില്ല. തീർച്ചയായും കമറുന്നീസ ശരിക്കും ഒറ്റപ്പെട്ടു എന്ന് ഉറപ്പായിട്ട് മനസ്സിലായി. ഒറ്റപ്പെട്ടു അല്ലേ? ഒറ്റപ്പെട്ടു. ആരും സഹായിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ എല്ലാവരും കൂടെ പഠിച്ച ആളുകൾ വരെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയി അല്ലേ? അതാണ് സമൂഹത്തിനോട് നിങ്ങൾക്ക് പറയാനുള്ളത് അല്ലേ? അങ്ങോട്ട് നോക്കി പറയാം. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? സമൂഹത്തിനോട് പറയാനുള്ളത് അങ്ങോട്ട് പറയാം. സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതിൻ്റെ ഇടയിലൊന്ന് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു ആളെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒരു വിഭാഗത്തിനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ ഇതിൽ വന്നത്. പാർട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതിലേക്ക് ഞാൻ എടുത്ത തീരുമാനത്തിൻ്റെ പ്രകാരം മാത്രമാണ് വന്നത്. അതിൽ ഞാൻ പറഞ്ഞ എൻ്റെ ബന്ധുക്കൾക്കോ എൻ്റെ പാരൻസിനോ ആർക്കോ അതിൽ യാതൊരു മനസ്സറിവും ഇല്ല. അവരൊന്നും ഈ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമല്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, പലരും ചോദിക്കുന്ന പോലെ ഞാൻ ആരെയും ഈ എന്താ പറയുക, മറ്റ് പൊളിറ്റിക്സിനെ ചീത്തയാക്കാനോ അതല്ലെങ്കിൽ മറ്റു ഒരു സ്വാർത്ഥ ലാഭങ്ങൾ കൊണ്ടല്ല ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പറഞ്ഞ് എൻ്റെ പേരൻസിനെ, എൻ്റെ കുടുംബങ്ങളെ വേദനിപ്പിക്കുന്നത് ഒന്ന് നിർത്തണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ്. തീർച്ചയായും അപേക്ഷ മാത്രമാണ് ശരിക്കും. അത് BJPയിലേക്ക് പോയാൽ ഇത്രത്തോളം പ്രശ്നം ഉണ്ടാവുമെന്ന് ഒരിക്കൽ പോലും കമറുന്നീസ പ്രതികരിച്ചില്ല അല്ലേ? അല്ല, പ്രതീക്ഷിച്ചില്ല. ഇത്രയും ഇല്ല. പക്ഷെ എന്തായാലും നല്ല രീതിയൊക്കെ അനുഭവം ഉണ്ടായത് അല്ലേ? അതെ. അപ്പോൾ നന്ദി, നമസ്കാരം.